ഇന്നലെ അയാൾ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ. വേറെ എവിടെയെങ്കിലും പുറത്ത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും മെഡിക്കൽ എക്സാമിനേഷനിൽ ഡ്രഗിൻ്റെ സബ്സ്റ്റൻസ് ഒന്നും ഇല്ല. അങ്ങനൊന്നും ഇതുവരെ നമ്മുടെ അറിവിലില്ല. ഇല്ല ഇതുവരെ അറിവിലില്ല അങ്ങനെ ഒരു സംഗതി ഉള്ളതായിട്ട്. അങ്ങനെ എവിടെയെങ്കിലും ഒരു കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് നടത്തിയതായിട്ടൊന്നും നമുക്കറിയില്ല. അതിനെ സംബന്ധിച്ച് പരാതിയിൽ നടപടി എടുത്തിട്ടുണ്ട്, കേസ് എടുത്തിട്ടുണ്ട്. അയാളുടെ പേരിൽ HS ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അയാളെ ലാസ്റ്റ് December 23 വരെ അയാളെ ചെക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം പ്രോപ്പറായിട്ട് പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട്. ഇല്ല ഇതുവരെ നമ്മുടെ എൻക്വയറിയിൽ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ അതിന് ആൾക്കെന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് സബ്സിക്വൻ്റ് ആയിട്ട് അതൊക്കെ നമുക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഇന്നില്ല, നാളെ കസ്റ്റഡി അപേക്ഷ. ഇന്നിപ്പോൾ വൈകിട്ട് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും, നാളെ കസ്റ്റഡി അപേക്ഷ കൊടുക്കും. ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ കസ്റ്റഡി ആവശ്യമുള്ള കാര്യം സൂചിപ്പിക്കും. എന്തൊക്കെയാണ് ഇപ്പം നിലവിൽ വകുപ്പുകൾ? മർഡർ ഉണ്ട്, പിന്നെ അതുപോലെ അറ്റംപ്റ്റ് മർഡർ. ഇപ്പം ഒരാൾ സീരിയസ് ആയിട്ട് കിടക്കണ്ടല്ലോ, അറ്റംപ്റ്റ് മർഡർ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഹർട്ടുണ്ട്, പിന്നെ ട്രസ്പാസ് ഉണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം വരുന്നത് ഇയാൾ നേരത്തെ പോലീസ് നിരീക്ഷണത്തിലായിരുന്നിരിക്കുക തന്നെ ഇയാൾ ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് ഇടപാടുള്ള സാഹചര്യം പോലീസ് സൃഷ്ടിച്ചു എന്നൊരു ആക്ഷേപമല്ല. അത് നമുക്കറിയില്ല. അതേ സംബന്ധിച്ച് കാര്യം എന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് കിട്ടിയ നവംബർ മാസത്തിലാണ് ഇയാൾക്കെതിരെ 2 പരാതികൾ കിട്ടിയത്. അതിലൊരു ഇപ്പോൾ ഈ സംഭവം ഉണ്ടായ വീട്ടിൽ അവർ വാദിയായിട്ടും ഈ പ്രതിയുടെ ഫാദർ വാദിയായിട്ടും 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പരാതികൾ വന്നിട്ടുണ്ട്. അതാണ് ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഇല്ല. ഈ പ്രാഥമിക പരിശോധനയിൽ ഇയാളുടെ ഈ മെഡിക്കൽ പരിശോധനയിൽ ഇല്ലെന്ന് അതിപ്പോൾ പറഞ്ഞല്ലോ, ഡ്രഗ് ഒന്നും നമുക്ക് ഡിറ്റക്ട് ചെയ്തിട്ടില്ല. അല്ല, നമ്മളെ സംബന്ധിച്ചിപ്പോൾ നിലവിൽ ഇയാളുടെ പേരിലുള്ള കേസുകൾ ഓൾറെഡി നമ്മുടെ റെക്കോർഡിലുണ്ട്. ഇയാൾ ഓൾറെഡി റിമാൻഡിൽ പോയിട്ടുണ്ട് മുമ്പ്. അത് എനിക്ക് ബൈക്ക് തെഫ്റ്റ് കേസുണ്ട്, പിന്നെ ഹർട്ട് കേസുണ്ട്, പിന്നെ ഇയാൾ വേറൊരു ലേഡീനെ ഫോളോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പരാതിയിലൊരു കേസുണ്ട്. ഈ 3 കേസാണ് ഇപ്പം നിലവിലുള്ളത്, നമ്മുടെ റെക്കോർഡിലുള്ളത്. അല്ലല്ല, ഒന്ന് എറണാകുളത്താണ്, എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ്, പിന്നെ ഒന്ന് പറവൂർ സ്റ്റേഷനിലാണ്, പിന്നെ ഒന്ന് ഈ സ്റ്റേഷനിലാണ്. വേറെ കേസുകളോ മറ്റെന്തെങ്കിലും പുറത്ത് ഇയാൾ ബാംഗ്ലൂർ ജോലിക്കൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഇൻവോൾവ്മെൻറ്റ് വേറെ സ്ഥലത്തുണ്ടോ ഇല്ലോ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യാനുണ്ട്. ഇപ്പം നിലവിൽ നമ്മുടെ ഇവിടെ ഇല്ല, ഈ ഡിസ്ട്രിക്റ്റിലില്ല, നമ്മുടെ സ്റ്റേഷനിലെ റെക്കോർഡില്ല. ഇനി അത് പുറത്ത് അവിടെ ഉണ്ടെങ്കിൽ അത് നമ്മളിനി സബ്സിക്വൻ്റ് ആയിട്ട് വെരിഫൈ ചെയ്യണം. ഉണ്ട്. അത് ജില്ലാ പോലീസ് മേധാവി ഒരു പ്രൊസീഡിങ്സ് ഇറക്കിയിട്ടുണ്ട്. ഒരു ഡീറ്റെയിൽഡ് ഒരു ടൈം ബൗണ്ടിൽ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്ത് ട്രയൽ ചാർജ് കൊടുത്ത് കസ്റ്റഡിയിൽ തന്നെ ട്രയൽ നടത്താനുള്ള നടപടികളിലായിട്ടാണ് നമ്മൾ പോകുന്നത്. അതെല്ലാം ആയുധം കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സാമിനേഷൻ ഉണ്ട്, ശാസ്ത്രീയ പരിശോധനയും അതിൻ്റെ ഫലങ്ങളും ഒക്കെ വരാനുണ്ട്. അതെല്ലാം നമ്മൾ എത്രയും പെട്ടെന്ന് സ്പീഡപ്പാക്കി മേടിക്കാന്നുള്ളത്. ഇല്ല, നമുക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ല. ഇനി അത് ഒരു നൈബേഴ്സ് ആയതുകൊണ്ട് ഇനി ആ രീതിക്ക് എന്തെങ്കിലും പ്രൊവോക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് കൂടുതൽ അന്വേഷണത്തിലേ പറയാൻ പറ്റുള്ളൂ. ജസ്റ്റ് നൈബറാണല്ലോ.